ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു ദോശയുടെ റെസിപ്പി ആയാലോ? വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും സോഫ്റ്റ് ആയിട്ടുള്ളതുമായ ഒരു ദോശയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത്. ഇതിൽ ഉഴുന്നൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് ഇഷ്ടാവുകയാണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എങ്ങനെയാണ് ദോശ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ? ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് പച്ചരി 4 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതാണ്. അത് കഴുകി വൃത്തിയാക്കി നമുക്ക് അരിച്ചെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് ചോറ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിൽ വെളുത്ത അരിയുടെ ചോറാണ് ഉള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ദോശക്ക് നല്ലൊരു കളറ് കിട്ടാൻ വെളുത്ത അരിയുടെ ചോറ് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇതിലേക്കൊരു 4 ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് തേങ്ങാ വെള്ളം, അതുപോലെ 1/2 കപ്പ് സാധാരണ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മാവ് അരക്കുന്ന സമയത്ത് മിക്സി ചൂടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ മാവ് അരച്ച് റെഡിയായി വന്നിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഈ മാവൊന്ന്, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂൺ വെച്ച് ഈ മാവ് മിക്സ് ചെയ്യാം. ഞാനിവിടെ കൈയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി കൈ വെച്ചാണ് മാവ് മിക്സ് ചെയ്തെടുക്കുന്നത്. കാരണം നമ്മുടെ കൈയുടെ ചോറ് മാവിൽ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ബാക്ടീരിയ പ്രവർത്തിച്ച് പെട്ടെന്ന് മാവ് പുളിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കിതൊന്ന് മാവ് ഓവർനൈറ്റ് വെക്കണം. അതിനുശേഷം ഇപ്പോൾ രാവിലെയാണ് ഇതൊന്ന് ഞാൻ തുറന്ന് നോക്കുന്നത്. മിനിമം ഒരു 8 മണിക്കൂറോ അല്ലെങ്കിൽ 12 മണിക്കൂറോ ഇതേപോലെ പുളിക്കാൻ വെക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും മാവൊക്കെ അത്യാവശ്യം പുളിച്ചു വന്നിട്ടുണ്ട്. അഥവാ നിങ്ങളെ മാവ് പുളിക്കാതിരിക്കുകയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ സോഡാപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ സോഡാപ്പൊടിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മാവ് അധികം ലൂസാവാൻ പാടില്ല. ഇതേ രീതിയിലായിരിക്കണം മാവ് ഉണ്ടായിരിക്കേണ്ടത്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഞാനൊരു നോൺ സ്റ്റിക്ക് പാനിലാണ് ഈ ദോശ തയ്യാറാക്കിയെടുക്കുന്നത്. ഇവിടെ എണ്ണയൊന്നും തടവി കൊടുക്കുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ദോശ വെന്ത് വരുന്ന സമയത്ത് മേലെ എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒന്ന് അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ദോശയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ സോഫ്റ്റും ആയിട്ടുള്ള ഒരു ദോശയാണിത്, തേങ്ങാ ദോശ. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാനൊരു പൊട്ടറ്റോ ബാജിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.